നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അതിൽ ഇറാഖ് പങ്കാളിത്തം വഹിക്കുമോ, അല്ലെങ്കിൽ ഇറാഖിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണോ ഇറാൻ യുദ്ധം നടത്തുക എന്ന തരത്തിലുള്ള വിഷയം ഇപ്പൊ സജീവമായിട്ട് തന്നെ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ മാസം 31 തീയതി ആരംഭിച്ചതിന് ശേഷം ഇന്ന് 20 ദിവസം കഴിഞ്ഞിട്ടും യുദ്ധം ആരംഭിച്ചിട്ടില്ല. എന്നാൽ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുകയും യുദ്ധമില്ലാത്ത രീതിയിലുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിനും ഇടയിലാണ് ഇറാന്റെ നീണ്ടു നിൽക്കുന്ന താമസത്തെക്കുറിച്ചും അത് എത്രയും പെട്ടെന്ന് യുദ്ധം ചെയ്യാതിരിക്കാനുള്ള കാരണത്തെക്കുറിച്ചും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കിടയിൽ പറയപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഏറെക്കുറെ ഇറാഖും ഇറാനോടൊപ്പം ചേർന്ന് നിന്ന് യുദ്ധം നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ള തരത്തിലാണ്. അതിന് പ്രധാനമായി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, കഴിഞ്ഞ 2 മാസം മുൻപ് ഇറാഖിന്റെ പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനി അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനോട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പറഞ്ഞ കാര്യം ഇതാണ്: 2500ഓളം സൈനികർ ട്രൂപ്സ് അമേരിക്കയുടേതായിട്ട് ഇറാഖിൽ പ്രവർത്തിക്കുന്നുണ്ട്. സൈനിക മേഖലയിൽ അവർ നിർണായകമാണ്. അല്ലെങ്കിൽ ഇറാഖിലുള്ള സൈനികർക്ക് പ്രാക്ടിക്കൽ നൽകാൻ വേണ്ടിയിട്ടും അവർ സുരക്ഷാ കവചം ഒരുക്കാൻ വേണ്ടിയിട്ടുമാണ് അവർ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സദാം ഹുസൈനും കുവൈറ്റും തമ്മിലുള്ള യുദ്ധാനന്തരം അമേരിക്ക പറഞ്ഞിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യം അത് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു വിദേശ സൈന്യം ഇവിടെ പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളോ ഇല്ലാത്തതിനാൽ നിങ്ങൾ അത് പിൻവലിക്കണം. സൈനിക ട്രൂപ്പ് നിങ്ങൾ അടച്ചുപൂട്ടണം. സൈനികർ 2500ഓളം ഉള്ളത് ഞങ്ങളുടെ രാജ്യത്ത് ഇപ്പോൾ സേവനത്തിന്റെ ആവശ്യമില്ല, അതിനാൽ അത് പിൻവലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റിനോട് വെച്ചതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയിട്ടില്ല. അത് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഇറാഖിന്റെ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് റാഷിദ് ഇതേ നിർദ്ദേശം അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയോട് പറഞ്ഞു എന്നും അതല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റിനോട് പറഞ്ഞു എന്നും 2 രീതിയിലുള്ള അഭിപ്രായങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പറഞ്ഞ കാര്യം ഇതാണ്: അമേരിക്കയുടെ ട്രൂപ്പിനെ ഇറാഖിൽ നിന്ന് പിൻവലിക്കണം. ഞങ്ങൾക്ക് സേവന സംബന്ധമായ കാര്യത്തിന് ഇപ്പോൾ തൽക്കാലം നിങ്ങളെ ആവശ്യമില്ല. പത്രക്കാർ ചോദിച്ചു, വളരെ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ് എന്ന്. അതിന് അവർ പറഞ്ഞ മറുപടി ഏകദേശം പ്രസിഡന്റും പ്രധാനമന്ത്രിയും പറഞ്ഞത് തത്തുല്യമായിട്ടാണ്. ഇറാഖ് ഒരു യുദ്ധത്തിന് താല്പര്യം കാണിക്കാത്ത രാജ്യമാണ്. ഇറാഖ് ഒരു രാജ്യത്തെയും ആക്രമിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യത്തിന്റെ അക്രമം തങ്ങൾക്ക് ഉണ്ടാവുകയുമില്ല. അങ്ങനെ ഉണ്ടാവാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ സൈന്യം ഇവിടെ തുടരുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് വലിയ ഭീഷണിയും വലിയ പ്രയാസമുണ്ട്. അവർ ഇവിടെ നിന്ന് ഇറാനെയോ അല്ലെങ്കിൽ അവിടെ ശത്രുപക്ഷം എന്ന് തോന്നുന്ന വിഭാഗത്തെ ആക്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് രാജ്യമാണോ അവരെ ആക്രമിക്കുന്നത് ആ ആക്രമിക്കുന്ന രാജ്യം ഈ രാജ്യത്തേക്ക്, അതായത് ഇറാഖിലേക്ക് തിരിച്ചടി നൽകുന്നു. അങ്ങനെ ഞങ്ങളില്ലാത്ത ഒരു ഭൂമികയിൽ, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് യഥാർത്ഥത്തിൽ ഞങ്ങളെ ഭൂമിക്ക് ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. പറഞ്ഞു വരുന്ന കാര്യം, ഇറാന്റെ സൈനിക കമാൻഡറെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഇറാഖും ഇറാനും തമ്മിലുണ്ടായിരുന്നു. ഇറാഖും ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക വിഭാഗവും ഇറാന്റെ ഗവൺമെന്റും തമ്മിൽ അങ്ങനെ ഒരു യുദ്ധം ചെയ്തു. 100 ചില്ലാനും മിസൈലുകളൊക്കെ അവിടേക്ക് വർഷിച്ചു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടൊക്കെ അന്ന് പുറത്തു വന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നതിനാൽ ഇറാഖിന്റെ സേവനം വേണ്ട എന്ന് പറഞ്ഞത് നിരസിച്ചതിലെ വലിയ പ്രയാസം യഥാർത്ഥത്തിൽ ഇറാഖിനുണ്ട്. അവിടുത്തെ ജനസംഖ്യാനുപാതമായി പറയുന്ന സമയത്ത് വലിയ ജനാവലി അവിടെ ഷിയാക്കളാണ്. ഇറാനിൽ 90-95% ഷിയാക്കൾ തന്നെയാണ്. ഇവിടെ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം 55% മുതൽ 60% വരെ, 55 to 60% വരെ ഷിയാക്കളും 35 മുതൽ 40% വരെ സുന്നികളുമാണ്. ജനസംഖ്യ 4.45 കോടി 2022-2024 എത്തിയ സമയത്ത് അത് 4.6 കോടിയായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ക്രിസ്ത്യാനികളുണ്ട് അവിടെ, 1.5 മില്യൺ ക്രിസ്ത്യാനികളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ വിഷയം എന്ന് പറയുന്നത്, ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്തും ഏറെക്കുറെ ഇറാഖിലെ ഷിയ വിഭാഗം
ഇറാനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്. ഈ സദ്ദാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം സദ്ദാം ഹുസൈൻ സുന്നി പക്ഷക്കാരായിരുന്നു. സുന്നി പക്ഷക്കാരെന്ന് പറഞ്ഞാൽ ഏകദേശം 35% മാത്രമുള്ള സുന്നി വിഭാഗമാണ് 60%-ഓളമുള്ള ഷിയ വിഭാഗത്തെ 35 വർഷത്തോളം ഭരിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ ആരംഭിച്ചതിനോടനുബന്ധിച്ച് അവിടുത്തെ സൈനിക മേധാവികളൊക്കെ അഭയം തേടി ഇറാഖിലേക്ക് വന്നിരുന്നുവെന്നും ഇറാഖ് അവർക്ക് അഭയം അഭയം എന്ന് പറഞ്ഞ സമയത്ത് അവിടുത്തെ ഷിയാക്കൾ അവർ അഭയം നൽകിയിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ചരിത്രത്തിൽ ആ ഭാഗങ്ങളൊക്കെ ആയത്തുള്ള ഖുമൈനിയായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും അഭയം തേടി ഇറാഖിലേക്ക് വന്നതും ഷിയ വിഭാഗം അവർക്ക് സംരക്ഷണം നൽകിയതൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ്. അപ്പോൾ പറഞ്ഞിരുന്ന വിഷയം, ഷിയ വിഭാഗത്തെ ഇവിടെ കഴിഞ്ഞാൽ, ഇറാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ലോകത്തുള്ളത് ഇറാഖിലാണ്. ആ ഇറാഖില് അതുകൊണ്ട് തന്നെ ഷിയാക്കൾ തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധം ഇറാനും ഇറാഖും തമ്മിൽ എല്ലാ കാലത്തും ഉണ്ട്. 90-95% ഷിയാക്കൾ ഇറാനിലും 5-10% വരെ മാത്രം സുന്നികളുമാണ് ഇറാനിലുള്ളത്. 8.86 കോടിയാണ് ഇറാന്റെ നിലവിലെ പോപ്പുലേഷൻ കണക്കാക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനുള്ള പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിലും ഇറാഖിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞു വരുന്ന വിഷയം, ഇറാൻ ഏറെക്കുറെ ഇറാഖിനെയും കൂടി ചേർത്തുകൊണ്ട്, എന്ന് വെച്ചാൽ ഇറാനിലെ ഷിയ മലീഷ്യകൾ ഇറാഖിലുള്ള ഷിയ മലീഷ്യകൾ കൂടി ചേർന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യാനുള്ള സാധ്യതകൾ പറയുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ഇതിന്റെ യുദ്ധത്തിന്റെ കാഠിന്യങ്ങൾ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ രഹസ്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വളരെ അപൂർവമായിരിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് മീഡിയകളിലൂടെ പുറത്തു വരുന്നത്. പല സംഭവങ്ങളും ആന്തരികമായിട്ട് നടക്കുന്നു എന്ന തരത്തിലാണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇറാഖിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 865 കിലോമീറ്ററാണ് ഇറാഖിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വൈദൂരം. ഇറാനിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 2000 കിലോമീറ്റർ വൈദൂരമാണ്. നേർ പകുതിയിൽ കുറവാണ് ഇറാഖിൽ നിന്നുള്ള വൈദൂരം. അപ്പൊ സിറിയയും ലെബനാനും ഇറാഖും കൂടി ചേർന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ ആ യുദ്ധം കഠിനമായിരിക്കും എന്ന് പോലും വിലയിരുത്തുന്നു. അപ്പൊ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖിൽ ഇപ്പോൾ അമേരിക്കൻ സൈനികർ ഉണ്ട് എന്നല്ലാതെ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവരവിടെ പ്രവർത്തിക്കുന്നതിന് ഇറാഖ് ഗവൺമെന്റിനോ ഇറാഖിലെ ജനങ്ങൾക്കോ താല്പര്യമില്ല. ഇസ്രായേൽ വിരുദ്ധ നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ച ഒരു രാജ്യത്തിന്റെ പേരാണ് ഇറാഖ്. അത് ഇറാഖും ഇറാനേക്കാണ് ചില സമയത്ത് കഠിനമായിരിക്കുന്ന നിലപാട് ഇറാഖിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിനെതിരെ സദ്ദാം ഹുസൈന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പിന്തുടർച്ച തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു. എന്ന് വെച്ചാൽ കൃത്യവും വ്യക്തമായ രീതിയിൽ ഇസ്രായേലിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ ഇറാനും ഇറാഖും, അല്ലെങ്കിൽ ഇറാൻ കഴിഞ്ഞാൽ പിന്നെ ഇറാഖ് എന്ന് തന്നെ പറയാവുന്നതാണ്. ആ തരത്തിലുള്ള ഒരു വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. അങ്ങനെ ഇവർ ചേർന്ന് കൊണ്ടുള്ള ഒരു അക്രമ രീതി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുകയാണ്. നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത്, ഇസ്രായേലിലേക്ക് വരുന്ന സമയത്ത്, ഇസ്രായേൽ 73% ജൂത വിഭാഗമാണെങ്കിൽ അവിടെ 18% മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിനൊന്നും കൃത്യമായ രീതിയിലുള്ള ഉത്തരങ്ങൾ പറയാൻ വേണ്ടി ഒരു മീഡിയക്കാർക്കും കൃത്യമായി സാധിക്കുന്നില്ല. 1.9% ക്രിസ്ത്യാനികളും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തുണ്ട്. അപ്പൊ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നോക്കുന്ന സമയത്ത് ഏകദേശം 18.1% പറയുന്നത്. 73% ജൂതന്മാർ, ലോകത്തെ ഏറ്റവും കൂടുതൽ ജൂതന്മാർ പൗരന്മാരായിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. പിന്നീടാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ അത് എണ്ണപ്പെടുന്നത്. ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും ഇറ്റലി, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എണ്ണപ്പെടുന്നതിന് ശേഷമാണ്. പിന്നെ ഇതിൽ തന്നെ നല്ലൊരു ശതമാനം ഇരട്ട പൗരത്വമുള്ളവർ ഉണ്ട് എന്നും പറയുന്നു. അപ്പോൾ 18% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ പേര് കൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും യഥാർത്ഥത്തിൽ ഇതിനുണ്ട്. അപ്പൊ നിലവിലിപ്പോ ഇസ്മായിൽ ഖാനിയെ കൊല്ലപ്പെട്ടത് ജൂലൈ മാസം 31-ാം തീയതിയാണ്. ഇന്ന് 21-ാം തീയതി കഴിഞ്ഞു. 21 ദിവസം കഴിഞ്ഞ് 22-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 22 ദിവസവും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ മിഡിൽ ഈസ്റ്റിന്റെ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട്. ഇസ്രായേലിലെ ഭരണാധികാരികൾ പരമാവധി ഭരണ സാരഥ്യം വഹിക്കുന്ന നേതാക്കന്മാരെ ഒന്നും പുറത്ത് കാണുന്നില്ല. അവർ ബങ്കറുകളിൽ, സുരക്ഷിത താവളങ്ങളിലാണ്. അല്ലെങ്കിൽ അങ്ങനെ സുരക്ഷിത താവളങ്ങളിൽ നിൽക്കണമെന്ന് അമേരിക്കയുടെ നിർദ്ദേശമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നതാണ്. അപ്പോൾ ഏത് തരത്തിൽ, എങ്ങനെ, ഏത് കോണിൽ നിന്നാണ് അക്രമം ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവില്ലേ എന്നൊന്നും കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ മൊസാദിന് പോലും ഇപ്പോൾ സാധിക്കുന്നില്ല. അവരുടെ എല്ലാ കഠിനമായിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന എല്ലാ നിലപാടുകളും അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശ കാര്യങ്ങളും അവരുടെ മുന്നറിയിപ്പ് കാര്യങ്ങളെല്ലാം
തകർന്നതാണ് ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസ് അക്രമത്തോടുകൂടി. പിന്നീട് അവരുടെ നിലപാട് കാര്യങ്ങളൊന്നും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ലോകത്തിൽ ഒരു മീഡിയക്കാർക്കും കാണിച്ചിട്ടില്ല. അപ്പൊ ഇറാഖിനെ ഈ മേഖലയിലേക്ക് വലിച്ചയച്ചു കഴിഞ്ഞാൽ, അല്ലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഇറാനിലുള്ള ഷിയ വിഭാഗം വലിയ ഭൂരിപക്ഷമായിരിക്കുന്ന 60% ഭൂരിപക്ഷമുള്ള ഇറാഖിന്റെയും അവിടുത്തെ മലീഷ്യകളും ഒന്നിച്ചു കഴിഞ്ഞാൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രദേശത്തിലൂടെയും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൃത്യവും വ്യക്തമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒരിക്കലും മീഡിയയിലൂടെ പുറത്തുവിടില്ല. മീഡിയയിലൂടെ പുറത്തു വിടണമെങ്കിൽ മീഡിയക്കാർക്ക് ഈ രാഷ്ട്രത്തിലെ ഭരണാധികാരികളോ അല്ലെ സൈനികപരമായിരിക്കുന്ന നേതാക്കന്മാരോ പറഞ്ഞതെങ്കിൽ മാത്രമേ അവർക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കൂ. അതല്ലാത്ത രീതിയിൽ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന രഹസ്യപരമായിരിക്കുന്ന സംവിധാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങളുടെ ശേഖരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തും പുറത്തു വരുന്നില്ലെങ്കിൽ ഒരിക്കലും അത് റിപ്പോർട്ടായിട്ട് ഇന്നത്തെ കാലത്ത് പുറത്തു വരില്ല. BBC-യോ റോയിട്ടേഴ്സോ പോലെയുള്ള ചാനലുകാരൊന്നും ഇല്ലാത്തൊരു സംഭവം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പറയാൻ വേണ്ടി ഭയപ്പാടുണ്ടാക്കുന്നു. കാരണം കൃത്യമായിരിക്കുന്ന സത്യസന്ധമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു പറയാൻ വേണ്ടി അൽ ജസീറ ഇംഗ്ലീഷും അറബിയും ഉറുദും ചാനലൊക്കെ റെഡി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ മീഡിയക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുള്ളൂ എന്നുകൂടി ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും ഇറാഖ് ഏറെക്കുറെ യുദ്ധത്തിലേക്ക് കയറി വരാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്.